الحمد لله الحمد لله رب العالمين اللهم صل على سيدنا മുഹമ്മദ് وعلى آل سيدنا മുഹമ്മദ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനെന്ന് പറയാൻ പോകുന്ന വിഷയം, നിങ്ങളുടെ കയ്യിൽ 1 രൂപ നാണയം എടുത്ത് നിങ്ങൾ ഈ പറയുന്നത് പോലെ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ഉയർച്ച നിങ്ങൾക്ക് നൽകുന്നതാണ്. ചെറിയ ഉയർച്ചയല്ല, ധാരാളം വലിയ ഉയർച്ച നിങ്ങൾക്ക് അല്ലാഹു നൽകും. പ്രിയമുള്ളവരെ, നിങ്ങൾ ഒന്ന് അറിയണേ, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മദീന പള്ളിയിൽ എനിക്ക് ഇഅ്തികാഫ് ഇരിക്കുന്നതിനേക്കാൾ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, എൻ്റെ പള്ളിയായ മദീനയിൽ, ആ മദീനയിൽ എനിക്ക് ഇഅ്തികാഫ് ഇരിക്കുന്നതിനേക്കാൾ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്തെന്നറിയാമോ? പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, വിഷമങ്ങൾ അനുഭവിക്കുന്ന, വേദനകൾ അനുഭവിക്കുന്ന അങ്ങനെയുള്ള വ്യക്തിയുടെ കൂടെ നടന്നിട്ട് അദ്ദേഹത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കലാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നോക്കണം, മറ്റൊരാളുടെ വിഷമം തീർത്തു കൊടുക്കുക. ഒരുപാട് വിഷയമുള്ളവരുണ്ടാകും, വലിയ വലിയ വിഷമങ്ങളുള്ളവരുണ്ടാകും. അവര് പിറകെ പോയിട്ട് അവരുടെ വിഷമങ്ങൾ തീർക്കലാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. സുബ്ഹാനല്ലാഹ്, പ്രഭാതമായി കഴിഞ്ഞാൽ നമ്മൾ എത്ര പേരാണ് മറ്റുള്ളവർക്ക് വേണ്ടി സഹായത്തിന് വേണ്ടി ഇറങ്ങുന്നത്. അല്ലാഹുവിന്റെ റസൂൽ ആഗ്രഹിച്ചു എന്നുള്ളതാണ്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ മക്കളൊക്കെ ഡിഗ്രിക്കും കോളേജിലും പഠിക്കുന്ന മക്കൾക്ക് വലിയ വലിയ ഫീസ് ചെലവാക്കി പഠിപ്പിക്കാൻ നമുക്കൊരു യാതൊരു മടിയുമില്ല, അല്ലേ? എത്ര രൂപ വേണമെങ്കിലും നമ്മളെ മക്കൾക്ക് വേണ്ടി ചെലവഴിക്കും. ഭൗതികതയോടുള്ള വലിയ വല്ലാത്ത ഒരു പ്രേമം. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മദ്രസയിൽ പഠിക്കുന്ന കുട്ടിക്ക്, അല്ലാഹുവിന്റെ ദീൻ പഠിക്കുന്ന കുട്ടിക്ക് 1 രൂപ ചെലവാക്കിയിട്ട് നമ്മൾ ഒരു നോട്ട്ബുക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് നമ്മൾ മേടിച്ചു കൊടുത്താൽ, അത് നമ്മൾ മേടിച്ച് നൽകപ്പെട്ടാൽ അല്ലാഹു എണ്ണമില്ലാത്ത പ്രതിഫലം അല്ലാഹു നമുക്ക് നൽകുന്നതാണ്. സർവ്വ മലക്കുകളും നിനക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യുന്നതാണ്. അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ഇറങ്ങുന്ന വഴിക്ക് നമ്മൾ എന്തെങ്കിലും ഒരു സഹായം ആ കുഞ്ഞിന് നമ്മൾ നൽകിയാൽ എണ്ണമില്ലാത്ത അനുഗ്രഹങ്ങൾ അല്ലാഹു നൽകുന്നതാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കൾക്ക് സ്വർഗ്ഗത്തിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ട് പറയുകയാണ്, സ്വർഗ്ഗത്തിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ട് പറയുകയാണ്, അല്ലാഹു സ്വർഗ്ഗത്തിൽ വലിയ വലിയ പദവികൾ നൽകപ്പെടും സഹാബ എന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്. ഉത്തരവിധങ്ങൾ പറഞ്ഞു, കുറച്ച് സമ്പത്തിന്റെ ആവശ്യമുണ്ട്, പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി കുറച്ച് സമ്പത്തിന്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വല്ലതും എടുത്തുകൊണ്ട് വരണേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുമ്പോൾ, ഒരു സഹാബി, ഇബ്നു ഉബൈദ് റളിയല്ലാഹു അൻഹു എന്ന പേരുള്ള ഒരു സഹാബി, ആ സഹാബിക്കാകട്ടെ, ആ സഹാബിക്ക് 2 കാലുകളും 2 കൈയുമില്ല. ആ സഹാബി വീടിന്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ വേറൊരു സഹാബി ആ വീട്ടിന്റെ മുന്നിലൂടെ ചിരിച്ചുകൊണ്ട് ഓടുകയാണ്. ഇത് കണ്ടിട്ട് മഹാനായ ഇബ്നു ഉബൈദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്തേ നിന്റെ മുഖത്തൊരു വല്ലാത്ത സന്തോഷം, എന്തിനാണ് നീ ഓടുന്നത് ചോദിച്ചപ്പോൾ ആ സഹാബി പറയുകയാണല്ലയോ ഇബ്നു ഉബൈദേ, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളോട് പറഞ്ഞു, വല്ല സദഖകളും ഉണ്ടെങ്കിൽ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. എന്റെ വീട്ടിൽ ഒന്നുമില്ല, കുറച്ച് കാരക്ക മാത്രമാണുള്ളത്. ഇബ്നു ഉബൈദ് റളിയല്ലാഹു അൻഹു നോക്കുമ്പോൾ ആ സഹാബിയുടെ കയ്യിൽ കുറച്ച് ഈത്തപ്പഴമാണ് ഇരിക്കുന്നത്. ആ സഹാബി പറയുകയാണ്, പ്രതിഫലം എന്തെന്നറിയുമോ? പാവപ്പെട്ടവരെ സഹായിക്കുന്നവർക്കുള്ള പ്രതിഫലം സ്വർഗമാണ് ഉബൈദേ, സ്വർഗമാണ് ഉബൈദേ. ഇത് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുക്കലേക്ക് ആ സഹാബി ഓടുകയാണ്. ഇത് കേട്ട് മഹാനായ ഇബ്നു ഉബൈദ് റളിയല്ലാഹു അൻഹു, മഹാനായ ഇബ്നു ഉബൈദ് തങ്ങൾ കരയുകയാണ്, എനിക്ക് സ്വർഗത്തിൽ പോകണമെന്ന് വലിയ ആഗ്രഹമുണ്ട്, പക്ഷേ എന്റെ കയ്യിൽ കൊടുക്കാനൊന്നുമില്ല. ഇത് ചിന്തിച്ച് 2 കാലുമില്ലാത്ത മഹാനായ ഉബൈദ് റളിയല്ലാഹു അൻഹു അങ്ങനെ 2 കാലുമില്ലാതെ ഇങ്ങനെ ഇഴഞ്ഞിഴഞ്ഞ് അയൽവാസിയായ യഹൂദിയുടെ അടുക്കൽ ചെല്ലുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, എനിക്ക് എന്തെങ്കിലും ജോലി തരുമോ, എനിക്ക് എന്തെങ്കിലും ജോലി തരുമോ? ആ യഹൂദി ചോദിക്കുകയാണ്, 2 കാലും 1 കൈയുമില്ലാത്ത നീ എന്ത് ജോലിയാണ് ചെയ്യുന്നത് ഉബൈദേ? 2 കാലും
ഒരു കയ്യുമില്ലാത്ത നീ എന്ത് ജോലിയാണ് ചെയ്യുന്നത് ഉബൈദേ? ഉബൈദ് തങ്ങൾ പറയുകയാണ്, ഞാൻ കിണറ്റിൽ നിന്ന് വെള്ളം കോരി ഈ കാണുന്ന ഈന്തപ്പനത്തോട്ടം മുഴുവൻ ഞാൻ നനച്ചു തരാം. യഹൂദി സമ്മതിച്ചപ്പോൾ ഉബൈദ് തങ്ങൾ വെള്ളം കോരാൻ, മഹാനവറുകൾ വെള്ളം കോരാൻ തുടങ്ങുകയാണ്. തൊട്ടിയെടുത്ത് ഒരു കൈ കൊണ്ട് തൊട്ടി വെള്ളത്തിലേക്ക് ഇടുകയാണ്. വെള്ളം കയറിയപ്പോൾ ഒരു കൈ കൊണ്ട് വലിക്കുകയാണ്. രണ്ടാമതായി വലിക്കാൻ ഇടതു കൈയില്ലാത്തത് കൊണ്ട് വെള്ളം കോരുന്ന കയർ വായോട് ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ഇങ്ങനെ കടിച്ചു പിടിച്ച് വലിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ കടിച്ചു പിടിച്ച് വലിക്കുകയാണ്. പിന്നീട് വലത് കൈ കൊണ്ട് വലിക്കുകയാണ്. പിന്നെയും വാ കൊണ്ട് കയർ കടിച്ചു പിടിക്കുകയാണ്. അങ്ങനെ വെള്ളം കോരിയിട്ട് വലത് കൈ കൊണ്ട് എടുത്ത് ഇഴഞ്ഞിഴഞ്ഞിഴഞ്ഞ് നീങ്ങി വെള്ളം കൊണ്ട് ഒഴിക്കുകയാണ്. ഇങ്ങനെ ചെയ്യുന്നത് കണ്ട് യഹൂദി ചിരിച്ചുകൊണ്ട് വീട്ടിനകത്തേക്ക് പോവുകയാണ്. ഉച്ചയോടടുത്ത സമയമായപ്പോൾ ആ യഹൂദി ഇറങ്ങി വന്ന് ഉബൈദ് റളിയല്ലാഹു അൻഹുവിനെ നോക്കിയപ്പോൾ മഹാനവർ കാണുന്നില്ല. പിന്നെയും നോക്കിയപ്പോൾ ഒരു ഈന്തപ്പനയുടെ ചുവട്ടിൽ വായിൽ നിന്ന് രക്തം ഒലിച്ച് ബോധം കെട്ട് കിടക്കുകയാണ്. ശരീരം മൊത്തം രക്തത്തിൽ പൊതിഞ്ഞിരിക്കുകയാണ്. യഹൂദി ആ സമയം കുറച്ച് വെള്ളമെടുത്ത് ഉബൈദ് തങ്ങളുടെ മുഖത്ത് തളിച്ചു കൊടുക്കുകയാണ്. ബോധം വന്നപ്പോൾ ഉബൈദ് റളിയല്ലാഹു അൻഹു തങ്ങൾ ഞെട്ടി ഉണർന്നുകൊണ്ട് ചോദിക്കുകയാണ്, ഞാൻ ജോലി ചെയ്തതിന്റെ കൂലി ഒന്ന് തരുമോ? ആ യഹൂദി ചോദിക്കുകയാണ്, ഇബ്നു ഉബൈദേ, നിനക്ക് പണം വേണമെങ്കിൽ എന്റെ അടുത്ത് ചോദിച്ചു കൂടായിരുന്നോ? ഞാൻ നിനക്ക് വെറുതെ പണം തരുമായിരുന്നല്ലോ. എന്തിനാണ് നീ ഇതുപോലെ കഷ്ടപ്പെട്ടത്? ഇതിന് ഉബൈദ് തങ്ങൾ പറയുകയാണ്, എനിക്ക് വേണ്ടത് സ്വർഗമാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാവപ്പെട്ടവർക്ക് വേണ്ടി ചോദിച്ചിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പള്ളിയിൽ എഴുന്നേറ്റ് നിന്നിട്ട് സാധുക്കൾക്ക് വേണ്ടി സംഭാവന ചോദിച്ചിരിക്കുകയാണ്. മുത്തനബി തങ്ങൾ ചോദിച്ചിരിക്കുകയാണ്, ആ സാധുക്കൾക്ക് വേണ്ടി സംഭാവന ചെയ്യുന്നവർക്ക് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് സ്വർഗമുണ്ടെന്നാണ്. അതുകൊണ്ട് എന്റെ കൂലി ഒന്ന് തരുമോ എന്ന് മഹാനായ ഉബൈദ് തങ്ങൾ ചോദിച്ചപ്പോൾ ആ യഹൂദി 4 ദിർഹം കൊടുക്കുകയാണ്. അത് വാങ്ങിക്കൊണ്ട് ഇലാ ഹദറത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഓടുകയാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ 4 ദിർഹവുമായി അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദറത്തിലേക്ക് ഓടുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഒരു രൂപയുടെ മഹത്വം എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ്. വലിയ നമ്മളത് സാധുക്കൾക്ക് നൽകപ്പെട്ടാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എണ്ണമില്ലാത്ത അനുഗ്രഹങ്ങൾ നൽകുന്നതാണ്. 1 രൂപ ഞാൻ പറഞ്ഞത് നമ്മൾ നിസ്സാരമായി കാണുന്നതാണ്. പിന്നെ എത്രയോ പൈസ എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെലവഴിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം നമ്മൾ എന്തെങ്കിലും ദാനധർമ്മം ചെയ്തോ എന്ന് നമ്മളെ മനസ്സുകൊണ്ട് നമ്മൾ ചിന്തിക്കണം. കേവലം 1 രൂപയെങ്കിലും നമ്മൾ പാവപ്പെട്ടവർക്ക് കൊടുത്താൽ എണ്ണമില്ലാത്ത പ്രതിഫലം അല്ലാഹു നൽകുന്നതാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്ത് അങ്ങനെ ആയിരുന്നു. അവരുടെ ദാനധർമ്മങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങളുടെ കയ്യിൽ 1 രൂപയുണ്ടെങ്കിൽ, 1 രൂപയുമില്ലാത്ത ആരും തന്നെ ഉണ്ടാവുകയില്ല. ആ 1 രൂപ വെച്ച് നല്ല ആത്മാർത്ഥതയോടെ നിങ്ങൾ സദഖ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് വമ്പൻ നേട്ടങ്ങളായിരിക്കും. നിങ്ങൾക്ക് സദഖ കൊടുക്കാൻ 1 രൂപയാണെങ്കിലും നല്ലതുപോലെ നിയ്യത്ത് ചെയ്തുകൊണ്ട് സദഖ കൊടുക്കാൻ 1 രൂപയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിലും നല്ലതുപോലെ നിയ്യത്ത് ചെയ്തുകൊണ്ട്, അല്ലാഹുവേ എൻ്റെ ഈ സദഖ നീ സ്വീകരിക്കണേ അല്ലാ, ഇതിന്റെ പ്രതിഫലം എനിക്ക് നീ തരണേ അല്ലാ. അതുപോലെ തന്നെ സദഖ നാം കൊടുക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിക്കൊണ്ട് നമ്മൾ കൊടുക്കണം. അത് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. രണ്ടാമത്തെ നേട്ടം, മോശമായി മരണപ്പെടുന്നതിന് തൊട്ട് ദാനധർമ്മം നമ്മളെ രക്ഷപ്പെടുത്തുന്നതാണ്. ഒരുപാട് നേട്ടമുണ്ട് നമ്മൾ ദാനധർമ്മങ്ങൾ ചെയ്യുമ്പോൾ. ഒരുപാട് നേട്ടമുണ്ട്. 3-ാമതായി കിട്ടുന്ന നേട്ടം അല്ലാഹുവിന്റെ കോപത്തിൽ നിന്നും നമ്മൾ കാവൽ നമുക്ക് കിട്ടുന്നതാണ്. 4-ാമതായി കിട്ടുന്ന നേട്ടം നമ്മുടെ കുടുംബത്തിൽ വലിയ ഖൈറും സന്തോഷവും സമാധാനവും ഉണ്ടാകുന്നതാണ്. 5-ാമതായി കിട്ടുന്ന നേട്ടം നമ്മുടെ
മക്കളെ അല്ലാഹു സാലിഹീങ്ങളാക്കി തരുന്നതാണ്. ആറാമതായി കിട്ടുന്ന നേട്ടം നമ്മുടെ വീട്ടിൽ വലിയ റഹ്മത്തും അനുഗ്രഹങ്ങളും ബർക്കത്തും വന്നു ചേരുന്നതാണ്. സുബ്ഹാനല്ലാഹ്, ദാനധർമ്മത്തിന്റെ കാര്യമാണ് ഈ പറയുന്നത്. ആത്മാർത്ഥതയോടുകൂടി ഒരുപാട് സമ്പത്ത് വേണമെന്നില്ല, ഒരു രൂപ നമ്മൾ ആത്മാർത്ഥതയോടെ പാവങ്ങൾക്ക് കൊടുക്കപ്പെട്ടാൽ അല്ലാഹു നൽകപ്പെടുന്ന ഗുണങ്ങളാണ്. ഏഴാമതായി കിട്ടുന്ന നേട്ടം വിചാരണയില്ലാതെ സ്വർഗത്തിൽ കടക്കാൻ കഴിയുന്നതാണ്. എട്ടാമതായി കിട്ടുന്ന നേട്ടം ഈമാൻ സലാമത്തായി ഭരിക്കുന്നതാണ്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നമ്മുടെ കരങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഒരു ദിവസം നമ്മൾ ദാനധർമ്മം ചെയ്യണം. അല്ലാഹു എണ്ണമില്ലാത്ത അനുഗ്രഹങ്ങൾ നൽകപ്പെടുന്നതാണ്. ആപത്ത് മുസീബത്തുകൾ തട്ടാൻ ദാനധർമ്മത്തിനല്ലാതെ ഒന്നിനും കഴിയുകയില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, എഴുപതോളം ആപത്തുകൾ തട്ടി നീക്കാൻ സദഖയ്ക്ക് മാത്രമേ കഴിയുകയുള്ളൂ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് നിങ്ങൾ ദാനധർമ്മങ്ങളും സദഖകളും ധാരാളം വർദ്ധിപ്പിക്കുക. അല്ലാഹുവേ, ഞങ്ങളെ ഹലാലായ മുറാദുകൾ മുഴുവനും സാധിപ്പിച്ചു തരണേ അല്ലാഹ്. ഞങ്ങൾ ഇറങ്ങുന്ന വഴികളെല്ലാം നീ വിശാലമാക്കണേ അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വലിവാലിദീനാ വലിമശായിഖിനാ ولأساتذتنا ولأحبابنا ولأشائرنا ولقبائلنا ولجيراننا ولمن أحب وأحسن إلينا ولمن له وفن علينا ولجميع أمة محمد صلى الله عليه وسلم. وقنا ربنا شر ما قضيت. أرحم الراحمين അല്ലാഹുവേ, പ്രപഞ്ച സൃഷ്ടാവായ പടച്ചവനെ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതെല്ലാം ഒരു സാലിഹായ അമലാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. ആരോഗ്യം നിലനിർത്തണേ പടച്ചവനെ. അപകടങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ കടങ്ങളൊക്കെ വീട്ടണേ അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാഹ്. ഭവനമില്ലാത്തവർക്ക് ഭവനം നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ഭവനങ്ങൾ പണി നടക്കുന്ന പടച്ചവനെ പെട്ടെന്ന് പൂർത്തിയാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ പടച്ചവനെ. സർവ്വ ആപത്ത് മുസീബത്ത് ഇടങ്ങേറുന്നവരെയും ഞങ്ങളെയും എല്ലാം നീ കാക്കണേ അല്ലാഹ്. സർവ്വവിധ ഐശ്വര്യങ്ങളും ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. എല്ലാവിധ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ആപത്ത് മുസീബത്തുകൾ ഞങ്ങളെ കാക്കണേ പടച്ചവനെ. അല്ലാഹുവേ, നിങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാവരുടെയും ആഗ്രഹങ്ങൾ നീ നിറവേറ്റണേ അല്ലാഹ്. ഞങ്ങളുടെയും അവരുടെയും എല്ലാ ആഗ്രഹങ്ങളും നീ നിറവേറ്റണേ അല്ലാഹ്. അല്ലാഹുവേ, പടച്ചവനെ, റഹ്മാനായ റബ്ബേ, ഈ വാദിന്റെ സദസ്സിൽ വെച്ച് ഞങ്ങൾ ചെയ്ത ദുആകൾ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾ ഇറങ്ങുന്ന വഴികൾ മുഴുവനും നീ വിശാലമാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മനസ്സിലുള്ള മുഴുവൻ ഹലാലായ ഉദ്ദേശങ്ങൾ നീ സാധിപ്പിച്ചു തരണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.